എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഒരുങ്ങിയൊന്നുകൊണ്ട് എല്ലാവരും എന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലേ? ഓക്കെ, സോ വിഷു വരെയാണ്. അപ്പോൾ നമുക്ക് വിഷുവിന് ഒരു 3-4 സ്റ്റൈല് എങ്ങനെ നമുക്ക് ഡ്രസ്സ് ചെയ്യാം. യൂഷ്വലി നമ്മൾ ട്രഡീഷണൽ പട്ടുപാവാട, ദാവണി, സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ഒക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സൊക്കെ ചെയ്തിട്ട് കുറച്ചിങ്ങനെ പുതുമയായിട്ട് നമുക്ക് സെറ്റ് മുണ്ടോ അല്ലെങ്കിൽ സെറ്റ് സാരി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വിഷുവിന് ഒരുങ്ങാം എന്ന് നോക്കാം. പിന്നെ എല്ലാവരും ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ ഇത് സ്റ്റൈൽ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു ക്രോപ്പ് ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, സോ ഈ ക്രോപ്പ് ടോപ്പിന് നമ്മൾ ഒരു നേരിയതിൻ്റെ മുണ്ടെടുത്തിട്ടുണ്ട്. വെരി സിമ്പിൾ ആയിട്ടുള്ള, കാരണം ഇത് കുറച്ച് അത്യാവശ്യം എന്താ പറയുക, കുറച്ച് വൈഡ് നെക്കും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് ഓൾസോ ഫ്ലോറിലാണ്. അപ്പം ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഇതെടുത്തു. ആൻഡ് ഫസ്റ്റ് നമ്മൾ എപ്പോഴും അറിയാമല്ലോ, നമ്മൾ മുണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ വരേണ്ട പോർഷൻ നമ്മൾ ആദ്യം ഒന്ന് നോക്കിയിട്ട് ഓക്കെ ഇത് ഇങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് നമ്മളിവിടെ സെറ്റ് ആക്കുക. അപ്പം ഇത് എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വലിക്കുക, അതായത് അകത്തോട്ട് പോകുന്ന ഭാഗം വലിക്കുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ എത്ര പോർഷനാണ് നമുക്കിത് അകത്തേക്ക് പോകേണ്ടതെന്നുള്ളത് നമുക്കിവിടെ അറിയാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഇപ്പം എനിക്കിതാണ് ഫ്രണ്ടിൽ വരേണ്ടത്. അപ്പം ഞാനത് എടുത്ത് മിഡിൽ വരേണ്ട രീതിക്കുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇനി ഈ അകത്തേക്ക് പോകുന്ന പോർഷൻസ് എത്രയാണുള്ളത്? അപ്പം ഇവിടെ ഇത് നമുക്ക് ലീവ് ചെയ്യാം തൽക്കാലം, ബിക്കോസ് നമുക്കത് അറിയുമ്പോൾ പിന്നെടുത്ത് നമ്മളൊന്ന് സെക്യൂർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്കറിയാം ഇതാണ് സെൻറ്ററിൽ വരേണ്ടത്. നമുക്ക് ഇവിടെ കടയിൽ ഇടുന്നതിന് മുന്നേ ഒന്ന് ചുരുങ്ങിച്ചിട്ട് ഇടാം. എന്നിട്ട് ഈ പോർഷൻ നമുക്ക് അകത്തേക്ക് പോകേണ്ട പോർഷൻ നമുക്ക് കുറേ അധികം തുണി അങ്ങോട്ടേക്ക് ഇട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഫോൾഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇതിൽ ഓൾറെഡി ഇങ്ങനെ ഒരു ഫോൾഡ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഫോൾഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്കത് ലെങ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പോർഷൻ ഓക്കെ അത് അങ്ങോട്ടേക്ക് വലിക്കാം. കറക്റ്റ് കണ്ടോ, നമുക്ക് നമ്മൾ വേണമെന്ന് വെച്ച് പട്ടിൻ്റെ പോർഷൻ നമുക്ക് സെൻറ്ററിൽ തന്നെ വരും. ബാക്കി സൈഡൊക്കെ നമുക്ക് അകത്തേക്ക് ആക്കി കൊടുക്കാം ബാക്കിലും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഇത് സെറ്റായി കഴിഞ്ഞാൽ സോ നമുക്ക് കാണാം. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യണം. അതായത് ഇത് തന്നെ നമ്മൾ തോളിലിടുന്നുണ്ടല്ലോ നേരിയത്. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ നമ്മൾ മുണ്ട് നേരിയത് കൊടുക്കുമ്പോൾ പോലെ തന്നെ പ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് അതിനെയും സെറ്റ് ചെയ്യാം. സോ ഇവിടെ ഇതിപ്പോൾ നമുക്ക് അതേ നല്ല നീളമുണ്ട്. സോ കുറച്ച് ഫ്രണ്ടിലേക്ക് നീളം കുറച്ച് ഇതാക്കിയിട്ട് എന്നിട്ട് നമുക്ക് ആ പ്ലീറ്റ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ ചെറിയൊരു അധികം ഇറക്കില്ല, നമ്മൾ ഒരു മുട്ടിൻ്റെ മേലെ നിൽക്കുന്ന രീതിക്ക് ഇവിടെ എടുക്കാം. ഇത് പിൻ ചെയ്യാം. പിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കസവിൻ്റെ ഭാഗം കുറച്ച് പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്ന രീതിക്ക്, കാരണം അതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി വരിക. സോ അത് കുറച്ച് കാണുന്ന രീതിക്ക് ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ബാക്കി നമുക്ക് ബാക്കിൽ നിന്ന് എടുത്തിട്ട് ഓക്കെ ഇങ്ങനൊരു പോർഷൻ ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഓഫീസിലൊക്കെ ഫാഷൻ ഷോ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ തുമ്പ് ഇങ്ങനെ വരുന്നതിൻ്റെ ഈ തുമ്പ് നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്താൽ സോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാറ്റ് പോക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആക്കി നടക്കാൻ ഇതാവും. അല്ലാണ്ട് നമുക്ക് ഇതിനെ തന്നെ ഇവിടെ പ്ലീറ്റ് എടുക്കാം. ഇവിടെ പ്ലീറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഈ പട്ട് കിട്ടണം. അപ്പം അതനുസരിച്ചിട്ട് പ്ലീറ്റ് എടുക്കാം. ഇവിടെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് ഇവിടെ എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനെ ഇവിടെ ചുരുക്കി വെക്കാം. സോ ഇവിടെയും ഒക്കെയാണ്. ആൻഡ് ബാക്കും അത്യാവശ്യം എന്താ പറയുക കവേർഡായിട്ടാണ്. അതല്ല ബാക്ക് കുറച്ച് ഇറങ്ങിയിരിക്കണമെങ്കിൽ തന്നെ കാണിക്കുക. ഇതിപ്പോൾ ബാക്ക് ഇങ്ങനെ വരും, സൈഡ് ഇങ്ങനെ വരും, ഫ്രണ്ട് ഇങ്ങനെ. ഓക്കെ, ഇനി ഇത് ഇവിടെ ഇത്രയും ടൈറ്റായിട്ട് നിൽക്കണ്ടെങ്കിൽ ഇവിടെ ഒന്നോ രണ്ടോ പ്ലീറ്റ് നമ്മൾ എടുത്തത് ഒന്ന്
അഴിച്ചിട്ടാൽ മതി. ഓക്കെ, സോ അഗൈൻ ഇതിൽ നമുക്കൊരു ഗോൾഡൻ കളറോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് നല്ല ഡിസൈനർ ആയിട്ടുള്ള ബെൽസ് ഉണ്ട്. സോ നമുക്കിതാ, സോ ഇതാണ് ഇതിൻ്റെ വേറെ ലുക്ക്. 3 പീച്ചിന് ഊരിയിട്ടാൽ നമുക്കത് ഇങ്ങനെ താഴ്ന്നു കിട്ടും. ഓക്കെ, ഇവിടെ ഈ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ നമുക്കൊരു അരപ്പട്ടിയോ അല്ലെങ്കിൽ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും ബെൽറ്റോ കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എടുക്കാൻ ഏതെങ്കിലും ഫാഷൻ ഷോ പോലെ എന്തെങ്കിലും സംഭവമാണ്. നമുക്ക് ഇതിനൊന്ന് പ്രോപ്പറായിട്ട് ക്യാരി ചെയ്താണ് നടക്കേണ്ടത് എന്നല്ലോ. അപ്പോൾ ഇതേ നമ്മൾ താഴ്ന്ന് നേരത്തെ പോലത്തെ കുഞ്ഞു കുഞ്ഞു ബീറ്റ്സ് ആക്കാം. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ ഓക്കെ. സോ ഇതാണ് ഇത് വെച്ചിട്ട്. സോ നമുക്ക് അടുത്ത സ്റ്റൈൽ കാണാം. നമ്മുടെ നോർമൽ ഒരു ബ്ലൗസ് ഞാൻ ബാക്ക് ഓപ്പൺ ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ മുണ്ടെടുക്കുന്ന പോലെ തന്നെ മുണ്ടെടുത്തിട്ടാണ്. പിന്നെ മുണ്ടെടുക്കുമ്പോൾ ഇതിന് കുറച്ചധികം നീളം കൂടുതലുള്ളത് കൊണ്ട് ഞാൻ അതിനെ അടിയിലിങ്ങനെ മടക്കിയിട്ട്, അതായത് ഈ പട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ വീണ്ടും തുണി വേണ്ട, അതുകൊണ്ട് അതിനെ മടക്കിയിട്ട് ഞാനിങ്ങനെ പ്ലീറ്റ് പോലെ ഫ്രണ്ടിലാക്കിയിട്ടാണ്. ആൻഡ് ബാക്കി സാധാരണ നമ്മൾ എടുക്കുന്ന നേരത്തെ പോലെ തന്നെ ഇവിടെ വരുന്ന രീതിക്ക് ഇത് ആദ്യം വെക്കാം. അകത്തെ പോർഷൻ എത്രയാണെന്ന് വെച്ചാൽ അവിടെ ഇടത്തേക്ക് ചോദിച്ചു വയ്ക്കാം. സോ മാക്സിമം നമുക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് പല്ലും ഇതിപ്പോൾ ഓൾറെഡി ഞാൻ പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലും ഒരു കാര്യം കാണിക്കാനുള്ളത്, നമ്മൾ ഇവിടെ ഫ്രണ്ടിലേക്ക് വന്നിങ്ങനെ ചൊരുകുന്നതിൻ്റെ അവിടെ കണ്ടോ, ഇതിൽ പട്ടിൻ്റെ ഇത് കഴിഞ്ഞിട്ട് പോർഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ കരയും വീണ്ടും കുറച്ച് തുണി ഉണ്ടാവും. സോറി. അപ്പോൾ നമ്മളത് ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കുമ്പോൾ ഈ എക്സ്ട്രാ തുണി ഉള്ളത് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പട്ട് കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ ചൂണ്ടുവെല്ലാം ഒരു 3 ഇഞ്ച് വരുന്ന രീതി ഇത്രയും അളവ് വെച്ചിട്ട് ബാക്കി മടക്കി ഇതുപോലെ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്ത് കൊടുക്കുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഇട്ടു. ഈ പോർഷൻ മടക്കി, അതായത് ഫ്രണ്ടിൽ കുത്താൻ പോകുന്നത് ഞാൻ പിൻ ചെയ്തിട്ടില്ല. ഇവിടെ ജസ്റ്റ് ഇവിടെ പ്ലീറ്റ് എടുത്ത് പിൻ ചെയ്തിട്ടുള്ളൂ. കുറച്ച് സ്ട്രെയിറ്റ് എന്നിട്ട് ഇവിടെ തന്നെ 2 രീതിക്ക് നമുക്ക് ചെയ്യാം. സാധാരണ എല്ലാവരും എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ കൊണ്ടുവരും, നമ്മളിവിടെ ടൈറ്റാക്കാം, അതിനനുസരിച്ച് ഇവിടെയും ടൈറ്റാക്കിയിട്ട് നമ്മൾ പിൻ ചെയ്യും. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ പ്ലീറ്റ് എടുത്തിട്ടുണ്ടെന്ന് ഇതിനകത്ത് വിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്യാം. അപ്പോൾ അവിടെ പിന്നെ പുറത്തേക്ക് കാണില്ല. ആൻഡ് ഓൾസോ ഇവിടെ ഇങ്ങനെ വയ്ക്കും. അപ്പോൾ അത് നോക്കാം. ഓക്കെ, സോ ഞാനിപ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണോ എടുക്കുന്നത് എന്നുള്ളത് പോലെയാണ്. സോ ഇവിടെ വലിച്ചു പിടിക്കാം. ഓക്കെ, അതിൻ്റെ ബാക്കിൽ വി പോലെ വരണം. കണ്ടോ, ഇത് വി. ഞാൻ സാരി കൊടുക്കുന്ന ഒരാൾ കമ്പനി എന്നോണ്ടിരിക്കുക, ഇത് സിംബ. ഓക്കെ, ഇവിടെ ബാക്കിൽ വി പോലെ കറക്റ്റ് വന്നിട്ടുണ്ട്. ഒരു സേഫ്റ്റി പിൻ എടുക്കാം. ആദ്യം നമുക്ക് ഈ പോർഷൻ എവിടെയാണെന്ന് വെച്ചാൽ നമുക്കിത് കുത്താം. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ സാധാരണ വലിച്ചിട്ടാണ് നമ്മൾ സെറ്റ് മുണ്ട് കൊടുക്കുക. സെറ്റ് മുണ്ട് കൊടുക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പം ഇപ്പം നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റിനായിട്ട് ഞാൻ നേരത്തെ ഇട്ട പ്ലേറ്റ് എണ്ണയുടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിലോട്ടും കൂടെ അതുപോലെ എടുത്തിട്ട് ഈ പിന്നെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇവിടെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഓക്കെ, ഇത് ഇവിടെ ഇങ്ങനെ ഷേപ്പായിട്ടിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡും ഇവിടെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് പിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, കിട്ടും. അതായത് ക്ലോത്ത് കിട്ടും. ഇവിടെ നമുക്ക് തൽക്കാലം ഇതിലെടുത്ത പിന്നിനെ തന്നെ
തിരിച്ചു വെച്ചിട്ട് കുത്താം. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ കുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം ഇതിനെ ഒന്ന് ഇതാക്കിയിട്ട് ഈ പട്ടിൻ്റെ കുറച്ചൊന്ന് വീതി കാണാനായിട്ട്, നേരിയതിൻ്റെ കസവ് കാണാനായിട്ടുള്ള രീതിക്ക് അതിനൊന്നും കൂടെ അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ എന്നിട്ട് ഇത് ബ്ലൗസിൽ കൂടെ ചേർത്ത് അടിയിൽ കുത്തിയെടുക്കാം. ഓക്കെ, സോ ഇതാണ് വേറൊരു സ്റ്റൈല്. ഓക്കെ, സോ ഇതാണ് പറഞ്ഞത്. ഇനി അടുത്ത നോക്കാം. അടുത്തത് നമ്മൾ ഈ തോളിൽ നേരത്തെ അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചുരുങ്ങുന്നതിൻ്റെ അടുത്ത പോർഷനില്ലേ, അതിന് ആദ്യത്തെ ആ പട്ടിൻ്റെ വരുന്നത് ഒരു വലിയ പ്ലീറ്റ് മുതൽ, അതായത് ആക്കുക ഇങ്ങനെ. ഓക്കെ, ഇനി അകത്തുള്ളത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുക്കാം നമുക്ക്. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിനെ ബാക്കിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നമ്മുടെ ബാക്ക് പോർഷൻ ഓക്കെ, ബാക്ക് പോർഷൻ കൊണ്ടുവന്നിട്ട് ഇതിനെ വെച്ചിട്ട് പോകും. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് കുറച്ച് വേണമെങ്കിൽ ഇറക്കിയിടാം. അതല്ല, നമ്മൾ സാധാരണ സെറ്റ് മുണ്ട് കൊടുക്കുന്ന പോലെ ഇങ്ങനെ കയറ്റി വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാനൊന്ന് ഇത് താഴ്ത്തിയാണ് വെക്കണേ. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ ഇവിടെ ഒന്ന് പിൻ വെച്ചിട്ട് ഒന്ന് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയോ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഫ്രണ്ട് വരിക. നമ്മുടെ മുണ്ടിൻ്റെ കരി ബാക്ക് ഈ പറഞ്ഞ പോലെ പ്ലെയിൻ ആയിരിക്കും, ബാക്കിലും ഈ കാര്യം പോലെ വരും. ഓക്കെ, സോ ഇത് എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം.